പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ച് ഒപ്പിട്ട മെക്ക ഉടമ്പടി ഇന്ത്യക്ക് എന്തോ വലിയ ഭീഷണിയാണ് എന്ന തരത്തിലൊക്കെ പലരും പറയുന്നതായിട്ട് കണ്ടു. ഇന്ത്യക്ക് ഒരു ഭീഷണിയുമില്ല, ഇതിലും വലുത് വന്നിട്ട് നമ്മൾ കുലുങ്ങിയിട്ടില്ല. അതായത് ഇതിപ്പോ ഒരു ഔദ്യോഗിക ഉടമ്പടി ഉണ്ടായി എന്നത് മാത്രമേ ഉള്ളൂ. നേരത്തെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് 2000-ന് മുമ്പ് നടന്നിട്ടുള്ള യുദ്ധങ്ങളുടെയൊക്കെ സമയത്ത് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാൻ അനുകൂല പിന്തുണ എടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവൻ ഒരു ഘട്ടത്തിൽ ഇറാൻ പോലും, ഇപ്പോഴത്തെ ഈ ഇസ്ലാമിക് റെജീം വരുന്നതിന് മുമ്പ് രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഇറാൻ പോലും, അന്നത്തെ ഷാ ഭരണകൂടം പാകിസ്ഥാനെയാണ് പിന്തുണച്ചത്. അന്ന് ചൈന നമ്മുടെ കൂടെയായിരുന്നു? അല്ല. അമേരിക്ക നമ്മുടെ കൂടെയായിരുന്നു? അല്ല. ഇവരൊക്കെ പാകിസ്ഥാന്റെ കൂടെ നിന്നപ്പോഴാണ് ഇന്ത്യ ഈ കണ്ട യുദ്ധങ്ങളെല്ലാം പാകിസ്ഥാനോട് ചെയ്ത് വിജയിച്ചത് എന്നത് ആരും മറന്നു പോകേണ്ടതില്ല. 1971-ലും അതിനു മുമ്പ് നടന്ന യുദ്ധങ്ങളിലും കാർഗിൽ യുദ്ധത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലും അടക്കം നമുക്കെതിരെ ഒരുപാട് ശക്തികൾ പാകിസ്ഥാന് പിന്തുണയുമായി പോയി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം തന്നെ റീസെന്റ് ആയിട്ട് നടന്നൊരു സംഭവമല്ലേ? തുർക്കിയുടെ ഡ്രോണുകൾ കൊടുത്തില്ലേ? 100 കണക്കിന് 1000 ഡ്രോണുകൾ, ആയുധങ്ങൾ കൊടുത്തില്ലേ? ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറിയില്ലേ? സാറ്റലൈറ്റ് ഇമേജുകൾ കൈമാറിയില്ലേ? ചൈന കൊടുത്തില്ലേ ആയുധങ്ങൾ? ചൈനയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളും അവരുടെ PL-15 എന്ന് പറയുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ വരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ആധുനികമായിട്ടുള്ള മിസൈൽ വരെ കൊടുത്തില്ലേ? അതിനെയാണ് നമ്മൾ ജീവനോടെ പിടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അതിൽ സാങ്കേതിക തകരാറുണ്ടാക്കി നമ്മളത് ഒരെണ്ണം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇന്ത്യയുടെ കൈവശം അതുണ്ട്, ഒരു PL-15. അപ്പോൾ ഇതുപോലെ വലിയ സഹായങ്ങൾ ചൈനയും തുർക്കിയും മറ്റു പല രാജ്യങ്ങളും പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ എവിടെ നിന്നാണ് പൈസ ആയുധങ്ങൾ വാങ്ങാൻ? ഗൾഫ് രാജ്യങ്ങൾ, വിശേഷിച്ച് സൗദി അടക്കം എത്രയോ പണമാണ് പാകിസ്ഥാന് കൊടുക്കുന്നതെന്നറിയോ? പണ്ട് തൊട്ടേ. ഈ അടുത്ത കാലത്താണ് അതൊന്ന് കുറഞ്ഞത്. കാരണം ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളർന്നപ്പോൾ പിന്നെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് വേണം എന്ന കാരണം കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാന് വലിയ ഫണ്ട് കൊടുക്കുന്നത് പതിയെ കുറച്ചു വന്നു. പക്ഷെ ആ ജോലി പിന്നീട് കടമായിട്ടും അല്ലാതെയുമൊക്കെ ചൈന തുടർന്നു. ഇപ്പോഴും അമേരിക്ക പാകിസ്ഥാന് പല പേരിൽ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാന്റെ കൂടെ ഒരുപാട് പേരുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരു രാജ്യമാണ്. അവർക്ക് ഒന്നും നേടാൻ കഴിയുകയുമില്ല. പല രാജ്യങ്ങളും അവരെ ഒരു ടൂൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കൂലിത്തല്ലുകാരെ പോലെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു കരാറ് വന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പുതിയ ആശങ്കയല്ല. ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിപ്പോ ഒരു കരാർ രൂപത്തിലേക്ക് വന്നു എന്നതേ ഉള്ളൂ. സൗദി പറയുന്നത് ഇത് ഒരിക്കലും ഇന്ത്യ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കരാറല്ല, ഞങ്ങൾക്ക് വേറെ പല ഭീഷണികളുമുണ്ട്. ഒരു പക്ഷേ ഇറാന്റെ കാര്യത്തിലായിരിക്കാം, അതല്ലെങ്കിൽ യമന്റെ കാര്യവുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഇറാഖ് സംബന്ധമായ ഭീഷണികളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ സൗദി പറയുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഈ കരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരും വരില്ല, ഇത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുണ്ടായ ഒരു കരാറാണെന്നാണ്. ഈ കരാറിൽ എവിടെയെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ നാളെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാലും ഈ കരാറ് നിലനിൽക്കുകയാണ്. ഈ കരാർ അനുസരിച്ച് സൗദിയും തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അതിനവർ ധൈര്യം കാണിക്കുമോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് തോന്നുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ പറയാനോ അല്ലെങ്കിൽ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കാനോ ഒക്കെ ആയിരിക്കും വരിക. അല്ലാതെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള തണ്ടുറപ്പൊന്നും തുർക്കിക്കോ അല്ലെങ്കിൽ സൗദി അറേബ്യക്കോ ഉണ്ടെന്ന് കരുതുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയെ ഒരു ശത്രുവായിട്ട് നിർത്തുന്നത് ആ പേര് പറഞ്ഞു വേണം പാക് സൈന്യത്തിന് പണം ഉണ്ടാക്കാൻ. പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതരായവർ പണം ഉണ്ടാക്കുന്നതും ജനങ്ങളെ ഭയപ്പെടുത്തുന്നതും ഇന്ത്യ വരുന്നു, ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ ഒന്നും ചെയ്യാത്തത്, സൈന്യം കാരണമാണ് പാകിസ്ഥാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് അവരിങ്ങനെ ഇന്ത്യയുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ പാകിസ്ഥാന്റെ കോൺഫിഡൻസ് അങ്ങ് പോയി. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു ഡീലിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു മെക്ക ഉടമ്പടി ഉണ്ടാക്കിയിട്ട് 3 ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടുകെട്ട്, പതിയെ പതിയെ കൂടുതൽ രാജ്യങ്ങൾ ഭാവിയിൽ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ ഇന്ത്യ സൗദി അറേബ്യയോട് ഈ വിഷയം ഗൗരവമായിട്ട് പറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് സൗദി അറേബ്യ, പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്. അപ്പൊ സുഹൃത്തായിട്ടുള്ള സൗദി നമ്മുടെ ശത്രുവുമായിട്ടൊരു ഇങ്ങനൊരു ഡിഫൻസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് നമുക്കൊട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന്റെ ഭീതിയോ ആശങ്കയോ ഉണ്ടായിട്ടുള്ളതല്ല, മറിച്ച് അതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. നമ്മുടെ ശത്രുവുമായിട്ട് സന്ധി ഉണ്ടാക്കി ഇത്തരം ഒരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കുന്ന ഒരു രാജ്യത്തെ നമുക്ക് എങ്ങനെയാണ് സുഹൃത്തെന്ന് വിളിക്കാൻ പറ്റുക? അതൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയം ഇന്ത്യ സൗദി റിലേഷനെ ചെറിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, സൗദി കിരീടാവകാശിയെക്കുറിച്ചാണ്. മൂപ്പരുടെ വാപ്പയും വാപ്പയുടെ വാപ്പയും ഒക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യമാണ്
സോ കോൾഡ് സൗദി അറേബ്യ എന്ന് പറയുന്ന കിങ്ഡം. ഒരുപക്ഷെ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ആശീർവാദത്തോടെ തന്നെയാണ് ആ ഒരു രാജ്യം രൂപീകരിക്കപ്പെടുന്നതും ഇന്നത്തെ രൂപത്തിൽ നിലനിൽക്കുന്നതും. എന്നിരുന്നാലും ഇപ്പോഴത്തെ കിരീടാവകാശിയായിട്ടുള്ള നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാന്റെ വാപ്പയും മൂപ്പരുടെ വാപ്പയും ഒക്കെ വളരെയധികം എഫേർട്ട് ആ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാജാവ്, ഇപ്പോൾ MBS എന്ന് പറയുന്നത് കിരീടാവകാശിയാണ്. ഇപ്പോഴത്തെ രാജാവിന്റെ നല്ല കാലത്ത് പുള്ളി അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ്. സോ ഇപ്പോൾ MBS അധികാരത്തിൽ വന്ന സമയത്ത് നമ്മളൊക്കെ വിചാരിച്ച എന്താണ്, വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഒരു ചെറുപ്പക്കാരൻ സൗദി അറേബ്യയുടെ ഒരു രാജാവായിട്ട് വരുന്നു, അല്ലെങ്കിൽ കിരീടാവകാശിയായിട്ട് വരുന്നു. മാത്രമല്ല മൂപ്പർ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അത് സൗദി അറേബ്യയുടെ എക്കണോമിക് ഗ്രോത്തിലും സൗദി അറേബ്യയുടെ പുരോഗതിക്കും ഒക്കെ ഒരു വലിയ പങ്ക് വഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പോൾ പുള്ളി എടുത്തിരിക്കുന്നത് ഒരു റോങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്, ഒരു റോങ് മൂവാണ് ഇപ്പോൾ സൗദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ശരിക്കും MBS നമ്മളൊക്കെ കരുതിയത് മൂപ്പര് വലിയ ബുദ്ധിയൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനാണെന്നാണ്. പക്ഷേ ഈ കാണിച്ചത് ആന മണ്ടത്തരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. പാകിസ്ഥാനോട് ചേർന്ന് പാകിസ്ഥാന്റെയും തുർക്കിയുടെയും താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഇങ്ങനൊരു എഗ്രിമെന്റിലേക്ക് പോയത് വലിയ വിഡ്ഢിത്തമാണ്. അതിൽ ഒരു സംശയവും വേണ്ട. കാരണം തുർക്കിയുടെ താല്പര്യങ്ങൾ മറ്റു പലതുമാണ്. തുർക്കി ശരിക്കും ഇസ്ലാമിക ലോകത്തെ വീണ്ടും റൂൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് എർദോഗന്റെ തുർക്കി ആ ഒരു സാമ്രാജ്യത്വം വീണ്ടും കൊണ്ടുവരണം, ആ ഒരു ഓട്ടോമൻ എംപയർ പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ഓട്ടോമൻ എംപയറിന്റെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഗൾഫ് റീജിയണിലെ പല പ്രദേശങ്ങളും, മദീനയും മക്കയും അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ അവരുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന കാലമുണ്ട്. അപ്പൊ സൗദിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു രാജ്യമാണ് തുർക്കി യഥാർത്ഥത്തിൽ. ആ തുർക്കിയുടെ കൂടെ ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഗ്രിമെന്റിലേക്കൊക്കെ സൗദി പോയിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് മോശമാക്കുന്നത് സൗദി അറേബ്യയുടെ ലോങ് ടേമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിലനിൽപ്പിന് തീർച്ചയായിട്ടും ഭീഷണി ഉണ്ടാക്കും. അത് അനാവശ്യമായിട്ടൊരു ശത്രുവിനെ ഉണ്ടാക്കുന്ന പണിയായി പോകും. അപ്പൊ ഇത് സൗദി അറേബ്യയുടെ കിരീടാവകാശി ചെയ്ത ഏറ്റവും വലിയ ചരിത്രപരമായ വിഡ്ഢിത്തം എന്ന് ചിലപ്പോൾ നാളെ ഈ ഒരു സംഭവത്തെ അടയാളപ്പെടുത്തും. അനാവശ്യമായിട്ടുള്ള വള്ളിക്കെട്ടെടുത്ത് നമ്മൾ വയ്ക്കാന്ന് പറയും. പാകിസ്ഥാൻ എന്ന് പറയുന്നത് വേലി കിടക്കുന്ന പാമ്പാണ്. അതിനെ എടുത്ത് തോളിൽ വെക്കുന്ന പരിപാടിയാണ് MBS ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുരോഗമന ചിന്തകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഒക്കെ വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അത്ഭുതം തോന്നിപ്പോവാണ്. മൂപ്പർക്ക് എന്താണ് പറ്റിയത്? വല്ല കാര്യമുണ്ടോ ആ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വയ്ക്കാൻ? വല്ല കാര്യമുണ്ടോ? പാകിസ്ഥാൻ എങ്ങനെയൊക്കെയാണ് തകരാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. നമുക്ക് പാകിസ്ഥാനിലെ ജനങ്ങളോട് നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ലെന്നേ. പക്ഷേ അവിടെയുള്ള ഭീകരവാദികളോടും സൈന്യത്തോടും പ്രശ്നമുണ്ട്. അവർ ഇന്ത്യ തകരാൻ വേണ്ടിയിട്ട് നാഴികക്ക് 40 വട്ടം പ്രവർത്തിക്കുന്നവരാ. അപ്പൊ ഈ പാകിസ്ഥാൻ എപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ബലൂചിസ്ഥാൻ ഓൾമോസ്റ്റ് സ്വാതന്ത്ര്യം നേടി നിൽക്കുന്ന ഒരു പ്രവിശ്യയാണ്. അവിടെ പാക് സൈന്യത്തിനൊന്നും ഒരു റോളും ഇല്ല. അവർ August 11 ഇപ്പോൾ അവരുടെ സ്വാതന്ത്ര്യ ദിനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ഏതാണ്ട് അവിടെ അടുത്തുനിന്ന് പോവും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഖൈബർ പക്തൂൺഖ റീജിയൻ. അതിന്റെ കാര്യത്തിൽ വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവിടെയുള്ള ജനങ്ങൾ പൂർണ്ണമായിട്ട് ഈ പഞ്ചാബികൾക്കെതിരെ തിരിയും. പിന്നെ ഉള്ളത് സിന്ധിലെ ജനങ്ങളാണ്. സിന്ധ് ജനങ്ങളുടെ ഐഡന്റിറ്റി പഞ്ചാബികൾ നശിപ്പിക്കുന്നു എന്നൊരു പ്രശ്നം അവിടെ നേരത്തെ ഉണ്ട്. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുകയും അതോടൊപ്പം തന്നെ ഖൈബർ പക്തൂൺഖ അകന്നു പോവുകയും ചെയ്യുന്നതോടെ സിന്ധിലും ഇതേ പ്രശ്നം വരും. അതുപോലെ തന്നെ പാക് അധീന കാശ്മീരിന്റെ കാര്യം പറയേ വേണ്ട. പിന്നെ അവശേഷിക്കുന്നത് പാക് പഞ്ചാബാണ്. ഓൾറെഡി പാകിസ്ഥാനിൽ ഭരണം എന്ന് പറയുന്ന പഞ്ചാബികളുടെ കയ്യില. ഈ പാകിസ്ഥാൻ പഞ്ചാബ് റീജിയൺ ആണ് ശരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോ അത് മാത്രമായിട്ട് ചുരുങ്ങും പാകിസ്ഥാൻ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു സ്റ്റേബിൾ അല്ലാത്ത, ഒട്ടും സെക്യൂർ അല്ലാത്തൊരു രാജ്യവുമായിട്ട്, കൃത്യമായ ജനാധിപത്യമോ ഭരണ വ്യവസ്ഥയോ ഇല്ലാത്തൊരു രാജ്യവുമായിട്ട് ഇങ്ങനൊരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞ ആത്മഹത്യ എന്നതിന് തുല്യമാണ്. സൗദി അറേബ്യയുടെ ഭരണകൂടത്തിന് കാര്യമായ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എന്നാലും ഇന്ത്യ ഇക്കാര്യത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കും. ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് ചിലപ്പോൾ സൗദിയെ കാണാൻ പോലും കാരണമാകും ഈ ഒരു പ്രവൃത്തി. കാരണം ഇന്ത്യയുടെ ശത്രു രാജ്യവുമായിട്ട് ചങ്ങാത്തം കൂടുക, ഇങ്ങനൊരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് നമുക്ക് സൗദിയെ ഒരു സുഹൃത്തായിട്ട് കാണാൻ പറ്റുക? അപ്പോൾ സൗദി പറയുന്നത് നിങ്ങളെ ബാധിക്കില്ല, നിങ്ങളെ വിഷയത്തിൽ ഇടപെടില്ല, അത് ഞങ്ങൾക്ക് അറിയാം. സൗദിക്കാനുള്ള ധൈര്യമൊന്നുമില്ല. നാളെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനുള്ള ധൈര്യമൊന്നും സൗദിക്കില്ല. വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് സൗദിക്കും അറിയാം. അതിപ്പോൾ തുർക്കിക്കുമില്ല. തുർക്കിയുടെ ഏത് മുക്കിലും മൂലയിലും അടിക്കാൻ പറ്റുന്ന മിസൈലുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആണവ ശക്തിയായിട്ടുള്ള ഇന്ത്യയെ ചൊറിയാനുള്ള ധൈര്യമൊന്നും ഈ പറയുന്ന തുർക്കിക്കോ അല്ലെങ്കിൽ സൗദിക്കോ ഇല്ല. പക്ഷെ ഇതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. നമ്മളൊരു സുഹൃത്തായി കാണുന്ന രാജ്യം തീർച്ചയായും നമ്മുടെ ഒരു ശത്രു രാജ്യത്തോട് ഇങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. അത് ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.